ഫുട്ബോൾ ലോകം കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പ് ആവേശകരമായ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞ മുൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ അവസാന ലീഗ് മത്സരത്തിന് ഒരുങ്ങുകയാണ്. എന്നാൽ ആരാധകരെ സംബന്ധിച്ച് ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അർജന്റീനയുടെ പടത്തലവൻ ലയണൽ മെസ്സി ഇല്ലാതെയാണ് ടീമിന് മൈതാനത്തിറങ്ങുന്നത്. ജോർദാനാണ് ഗ്രൂപ്പ് ജെയിലെ അവസാന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ട് ഉറപ്പിച്ചതിനാൽ മെസ്സിക്ക് വിശ്രമം അനുവദിക്കാനും ടീമിലെ മറ്റ് പരീക്ഷണങ്ങൾക്ക് മുതിരാനുമാണ് പരിശീലകൻ ലയണൽ സ്കലോണിയുടെ തീരുമാനം. അതേസമയം പ്രവചനാതീതമായ ഫലങ്ങൾ പുറത്തുവരുന്ന ഈ ലോകകപ്പിൽ അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ ആരായിരിക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ കേപ്പ് വെർദെയാണ് നോക്കൌട്ടിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത്. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ തുടക്കം കനത്ത വെടിവെപ്പോടെയായിരുന്നു. ആദ്യ 2 മത്സരങ്ങളിലും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത് ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്നെയാണ്. കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും മെസ്സി എത്രത്തോളം അപകടകാരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഗ്രൂപ്പിലെ ആദ്യ 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ശക്തമായ അൾജീരിയയായിരുന്നു അർജന്റീന നേരിട്ടത്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന അൾജീരിയയെ തകർത്തുവിട്ടപ്പോൾ ആ മത്സരത്തിൽ പിറന്നത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. ലോകകപ്പ് കരിയറിലെ ലയണൽ മെസ്സിയുടെ ആദ്യ ഹാട്രിക്കാണ് ആ മത്സരത്തിൽ ആരാധകർ കണ്ടത്. മൈതാനത്തിൻ്റെ വലതുഭാഗത്തു നിന്നും മെസ്സി തൊടുത്തുവിട്ട ഓരോ ഷോട്ടുകളും അൾജീരിയൻ ഗോൾ കീപ്പറെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് വലിയ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. 2ാം മത്സരത്തിലും മെസ്സിയുടെ ഫോമിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. 1-നെതിരെ 2 ഗോളുകൾക്ക് അർജന്റീന വിജയം പിടിച്ചെടുത്തപ്പോൾ ആ 2 ഗോളുകളും പിറന്നത് മെസ്സിയുടെ ഇടങ്കാലിൽ നിന്നായിരുന്നു. 2 മത്സരങ്ങളിൽ നിന്നായി 5 ഗോളുകൾ അടിച്ചുകൂട്ടി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ പട്ടികയിൽ മെസ്സി ഇതിനോടകം തന്നെ മുന്നിലെത്തിക്കഴിഞ്ഞു. 2 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കഴിഞ്ഞതിനാൽ ജോർദാനെതിരെയുള്ള മത്സരം അർജന്റീനയ്ക്ക് ഒരർത്ഥത്തിൽ തങ്ങളുടെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനുള്ള വേദിയാണ്. നോക്കൌട്ട് മത്സരങ്ങൾക്ക് മുൻപ് പ്രധാന കളിക്കാർക്ക് പരിക്കേൽക്കാതെ നോക്കേണ്ടത് സ്കലോണിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് മെസ്സിക്ക് പൂർണ്ണ വിശ്രമം അനുവദിക്കാൻ കോച്ച് തീരുമാനിച്ചതും. എന്നാൽ മെസ്സി ഇല്ലാതെ ഇറങ്ങുമ്പോൾ അർജന്റീനയുടെ ആദ്യ 11 എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ കോച്ച് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. എങ്കിലും ഫുട്ബോൾ ലോകത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവപ്രതിഭകൾക്ക് വലിയ അവസരമായിരിക്കും ഈ മത്സരത്തിൽ ലഭിക്കുകയെന്നാണ്. യുവ മധ്യനിര താരം നിക്കോപാസ് ജോർദാനെതിരെ ആദ്യ 11-ൽ ഇടം പിടിച്ചേക്കുമെന്നാണ് ശക്തമായ റിപ്പോർട്ടുകൾ. മെസ്സിയുടെ അഭാവത്തിൽ കളി മെനയാനുള്ള ചുമതല നിക്കോപാസിനെ പോലെയുള്ള ഒരു യുവതാരത്തെ ഏൽപ്പിക്കാൻ സ്കലോണി തയ്യാറായേക്കും. ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന പാസിന് ദേശീയ ജേഴ്സിയിൽ തൻ്റെ യോഗ്യത തെളിയിക്കാനുള്ള സുവർണ അവസരമാണിത്. റോഡ്രിഗോ ഡി പോളിനും എൻസോ ഫെർണാണ്ടസിനും വിശ്രമം നൽകി പുതിയ കോമ്പിനേഷനുകൾ പരീക്ഷിച്ചേക്കാം. ജൂലിയൻ അൽവാരസ്, ലൗട്ടറോ മാർട്ടിനസ് എന്നിവർക്കൊപ്പം യുവ വിങ്ങർമാരെയും സ്കലോണി പരിഗണിച്ചേക്കും. ജോർദാൻ അത്ര ശക്തമായ എതിരാളികളല്ലെങ്കിലും ലോകകപ്പിൽ ഒരു ടീമിനെയും കുറച്ചു കാണാൻ കഴിയില്ലെന്ന് കോച്ചിന് നന്നായി അറിയാം. അതിനാൽ കൃത്യമായ തന്ത്രങ്ങളോടെ തന്നെയാകും അർജന്റീന കളത്തിലിറങ്ങുക. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നിനാണ് അർജന്റീന ഉൾപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ മറുവശത്ത് സാക്ഷ്യം വഹിച്ചത്. മുൻ ലോക ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വേ നോക്കൌട്ട് കാണാതെ പുറത്തായിരിക്കുന്നു. സ്പെയിനിനോട് എതിരില്ലാത്തൊരു ഗോളിന് തോറ്റതാണ് ഉറുഗ്വേക്ക് വിനയായത്. ഇതോടെ ഗ്രൂപ്പിൽ നിന്നും സ്പെയിനിനൊപ്പം ആഫ്രിക്കൻ കരുത്തരായ കേപ്പ് വെർദെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പിനാണ് കേപ്പ് വെർദെ ഇത്തവണ യോഗ്യത നേടിയത്. വലിയ പാരമ്പര്യമുള്ള ടീമുകൾ പലതും പതറിപ്പോയപ്പോൾ അസാമാന്യ അച്ചടക്കത്തോടെയും കഠിനാധ്വാനത്തോടെയുമാണ് ഈ ചെറിയ രാജ്യം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചത്. കേപ്പ് വെർദെ നോക്കൌട്ടിൽ അർജന്റീന ഭയക്കേണ്ടതുണ്ട്. കാരണം ടൂർണമെൻറ്റിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. തങ്ങളുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളയ്ക്കാൻ ഈ ടീമിന് കഴിഞ്ഞു. സ്പാനിഷ് പടയുടെ വമ്പൻ ആക്രമണങ്ങളെ മുഴുവൻ ചെറുത്ത് തോൽപ്പിച്ചായിരുന്നു അവരുടെ ആ പോയിന്റ് നേട്ടം. ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ സൗദി അറേബ്യയോടും അവർ ഗോൾ രഹിത സമനില പാലിച്ചു. മികച്ച പ്രതിരോധ കോട്ട കെട്ടാൻ കഴിവുള്ളവരാണ് തങ്ങളെന്ന് അവർ വീണ്ടും തെളിയിച്ചു. ഒരു ഗോളും വഴങ്ങാതെ തോൽവിയറിയാതെ മുന്നേറുന്ന ഈ ടീമിൻ്റെ ഡിഫൻസ് തകർക്കുകയെന്നത് നോക്കൌട്ടിൽ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശകരമായ പ്രീ ക്വാർട്ടർ നോക്കൌട്ട് മത്സരം ജൂലൈ 4-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 നടക്കുക. തീപാറുന്ന ഒരു പോരാട്ടമായിരിക്കും ഇത്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ 3ാം ലോകകപ്പ് കിരീടം സ്വപ്നം കാണുന്ന അർജന്റീന, മറുവശത്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ ലോകകപ്പിൽ തന്നെ വമ്പന്മാരെ വീഴ്ത്താനിറങ്ങുന്ന
കേപ്പ് വെർദെ. ജോർദാനെതിരെയുള്ള മത്സരത്തിൽ മെസ്സിക്ക് വിശ്രമം ലഭിക്കുന്നത് കേപ്പ് വെർദെക്കെതിരെയുള്ള നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീനയ്ക്ക് വലിയ ഗുണം ചെയ്യും. പൂർണ്ണ കായികക്ഷമതയോടെയും ഇരട്ടി വീര്യത്തോടെയും മെസ്സി പ്രീ ക്വാർട്ടറിൽ തിരിച്ചെത്തുമ്പോൾ കേപ്പ് വെർദെയുടെ പ്രതിരോധ കോട്ടയ്ക്ക് അത് താങ്ങാൻ കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ ലോകകപ്പ് ഫുട്ബോളിലെ നെഞ്ചിടിപ്പിലേറ്റുന്ന നിമിഷങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.